കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ചിന് പോലീസ് അനുമതിയില്ല. നാളെയാണ് പാർലമെന്റിലേക്ക് CJP മാർച്ച് പ്രഖ്യാപിച്ചിരുന്നത്. CJP അനുമതി തേടി അപേക്ഷ നൽകിയിട്ടില്ല എന്നാണ് പോലീസിന്റെ വിശദീകരണം. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ആശുപത്രിക്കകത്തും നിരാഹാര സമരം തുടരുകയാണ് സോനം വാങ്ചുക്. CJP പ്രതിഷേധം രണ്ടാം സ്വാതന്ത്ര്യ സമരമാണെന്നാണ് സോനം വാങ്ചുക് എക്സിൽ കുറിച്ചത്. ജന്തർ മന്ദറിൽ അഭിജിത് ദീപ്കെയും നിരാഹാര സമരം തുടരുകയാണ്. ആദിൽ പാലോട് ജന്തർ മന്ദറിലുണ്ട്. അതിൽ ജന്തർ മന്ദറിലെ സമരത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ പല ഘട്ടത്തിൽ കണ്ടു. ഇന്നലെ ഒരു സ്ത്രീ വന്ന് അഭിജിത്തിന്റെ മുഖത്തേക്ക് മഷി കൊടയുന്ന സംഭവം ഉണ്ടായി. പോലീസ് എത്തി സോനം വാങ്ചുകിനെ കൊണ്ടുപോയതും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സമരം തുടരുന്നത്? ഇതിനെ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് സോനം വാങ്ചുക് വിശേഷിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശക്തമായി മുന്നോട്ട് പോവുക എന്ന് തന്നെയാണോ? ആരൊക്കെ ഇന്ന് പിന്തുണയുമായി എത്തിയിരിക്കുന്നു? അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമരമാണ്. സമരം നാളെ പാർലമെന്റ് മാർച്ച് വിപുലമായി തന്നെ സംഘടിപ്പിക്കാനുള്ള തീരുമാനമാണ് CJPയുടെ ഭാഗത്തു നിന്നുള്ളത്. ഞാനിപ്പോൾ ജന്തർ മന്ദറിലാണുള്ളത്. ജന്തർ മന്ദർ സാധാരണയിലും കൂടുതൽ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ ആളുകളെയൊക്കെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. വേദിക്ക് പിന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നൂറുകണക്കിന് പ്രവർത്തകരാണ് ഇവിടേക്ക് എത്തുന്നത്. CJPയുടെ അനുഭാവികളുണ്ട്. ഒപ്പം ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തകരുമെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 1000-ൽ പുറത്ത് വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയതായി നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ പ്രാഥമികമായി ബോധ്യപ്പെടുന്നുണ്ട്. നാളെ പാർലമെന്റ് സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചത്. പ്രതിഷേധ മാർച്ചിന് തൽക്കാലം അനുമതി നൽകാൻ കഴിയില്ല എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ അനുമതി തേടി CJP സമീപിച്ചിട്ടില്ല. ഇനി അനുമതി തേടിയാലും പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്ന പശ്ചാത്തലത്തിൽ അനുമതി നൽകാൻ കഴിയില്ല എന്ന് ഇപ്പോൾ അറിയിക്കുകയാണ് ദില്ലി പോലീസ് വൃത്തങ്ങൾ. സമരം തുടരുകയാണ്. അഭിജിത് ദീപ്കയും ഒപ്പം SFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ആദർശ് M സജിയുമാണ് ഇപ്പോൾ നിരാഹാര സമരം. ഇതടക്കമുള്ള 10ഓളം നേതാക്കളാണ് ഇപ്പോൾ നിരാഹാര സമരം ജന്തർ മന്ദറിൽ തുടരുന്നത്. അതിനിടെ സോനം വാങ്ചുക്കിന്റെ ഒരു കുറിപ്പ് എക്സിൽ വന്നിട്ടുണ്ട്. സോനം വാങ്ചുക്ക് കൈപ്പടയിൽ എഴുതിയ ഒരു കുറിപ്പ് കൂടി പങ്കുവച്ചാണ് സന്ദേശം നൽകുന്നത്. രണ്ടാം സ്വാതന്ത്ര്യ സമരമായി ഈ പ്രതിഷേധ മാർച്ചിനെയും CJP സമരത്തെയും കാണണം എന്നതാണ് സോനം വാങ്ചുക്കിന്റെ ആഹ്വാനം. നാളെ സമരത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരണം എന്ന ആഹ്വാനവും സോനം നൽകുന്നുണ്ട്. അതിനിടെ സോനത്തെ സഫ്ദർജംഗ് സർക്കാർ ആശുപത്രിയിൽ നിന്ന് മാറ്റി സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് കുടുംബം ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയിട്ടുമുണ്ട്. ഏതായാലും സമരം തുടരുകയാണ്. നാളെ പ്രതിഷേധ മാർച്ച് ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എങ്ങനെയാകും പോലീസിനെ നേരിടുക എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. അതിനിടെ പിന്തുണയുമായി കൂടുതൽ നേതാക്കൾ ജന്തർ മന്ദറിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇന്ന് കാണുന്ന കാഴ്ച. ഏതായാലും വലിയ പിന്തുണ CJPക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പാർലമെന്റ് മാർച്ച് തടയും എന്ന് കേന്ദ്രം അറിയിക്കുമ്പോഴും ആ പ്രതിഷേധമായി മുന്നോട്ട് പോകുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്.